മാച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഡിവോഴ്സ് ചെയ്യണം. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ള കൃഷ്ണയുടെ എൻഗേജ്മെന്റ് ആണ്. അപ്പൊ എൻഗേജ്മെന്റ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ തൃശ്ശൂർക്ക് പോവാണ്. നമ്മള് തൃശ്ശൂരാണ് പോണത്. പക്ഷെ ഫസ്റ്റ് നമ്മൾ പോകുന്നത് എവിടെയാണ്? കുട്ടിക്കാനത്ത് നമുക്കൊരു പ്രോപ്പർട്ടിയെ പൊക്കാറുണ്ട്. അപ്പൊ നമുക്ക് സ്ട്രേറ്റ് കുട്ടിക്കാനം പോകാം. നമ്മളിവിടെ നിന്ന് ഈവനിങ് ഒരു 3:30 കഴിഞ്ഞപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഏകദേശം ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേക്കും കുട്ടിക്കാനം കഴിഞ്ഞ് പോകണം കേട്ടോ. പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേര് അറിയത്തില്ല. അവിടെ എത്തി. പപ്പഞ്ചേട്ടനെ നമ്മൾ ലൊക്കേഷനിൽ നിന്നാണ് കേട്ടോ പിക്ക് ചെയ്തത്. ആക്ച്വലി ലൊക്കേഷനിൽ വന്നപ്പോൾ ആ ക്ലിപ്പിങ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കുഞ്ചാക്കോവിനെ കണ്ടു, അമൽ നീരജ് സാറിനെ കണ്ടു. അപ്പം ഇവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റി. പപ്പഞ്ചേട്ടൻ്റെ കാരണമാണ് കേട്ടോ. ചേട്ടൻ ആ വർക്കിൽ സ്പോർട്ട് എഡിറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്താണ് കേട്ടോ പപ്പഞ്ചേട്ടൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെയും കൂടെ പോയി. ചേട്ടന് ബാഗൊക്കെ അവിടെ നിന്ന് എടുക്കണമായിരുന്നു. നല്ല അടിപൊളി സ്ഥലം, അടിപൊളി ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഹൈ റേഞ്ച് ഇറങ്ങിക്കഴിഞ്ഞ് താഴെ വന്നിട്ട് ഒരു തട്ടുകടയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. ദെൻ നമ്മൾ തൃശ്ശൂർ എത്തി. സോ ഗായ്സ്, ഇത് നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തി. പപ്പഞ്ചേട്ടനെയൊക്കെ അവിടെ നിന്ന് പിക്ക് ചെയ്തു. പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഉറങ്ങിപ്പോയി. തൃശ്ശൂർ എത്തി. ഇപ്പം മോർണിംഗ് ആണ്. നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന്. ബ്രഞ്ചാണ് ആക്ച്വലി. ഒരു 11:30-12 ആയി നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്കും. ഇതൊരു വെജ് റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെയാണ്. വൈഭവ എന്നാണ് പേര്. അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. ആരെങ്കിലും തൃശ്ശൂർ വരുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതാണ് ശോഭ സിറ്റി. തൃശ്ശൂരിൽ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ജോയ് ആലുക്കാസ്, കല്യാൺ ഗ്രൂപ്പ്സ് അവരുടെയൊക്കെ അപ്പാർട്ട്മെൻറ്റും മാൻഷനും വീടും ഒക്കെ ഈ ഒരു ഏരിയയിൽ, റെസിഡൻസ് ഒക്കെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു മോളുണ്ട്. ആ മോളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ശോഭ സിറ്റിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് തൃശ്ശൂർ, നമ്മുടെ ട്രിവാൻഡ്രവും കൊച്ചി പോലെ മോൾസ് ഒന്നും ഇല്ലാതാണ്. പക്ഷെ ശോഭ സിറ്റി അകത്ത് ലൈക്ക് റെസിഡൻഷ്യൽ ഏരിയ വിത്ത് മോള് എല്ലാം കുറേ സംഭവങ്ങളുണ്ട്. എന്താണെന്നൊക്കെ അറിയില്ല ടോട്ടലി. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടുത്തെ മോളിലാണ്. നല്ല ഉഗ്രൻ മോള്, ഭയങ്കര രസമുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ KFCയിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി പപ്പൻ ചേട്ടൻ എന്തോ വാങ്ങണം, ശ്രീജിത്തിന് എന്തോ വാങ്ങണം. നിനക്ക് വല്ല വാങ്ങിക്കണ്ടോ? എന്ത് വാങ്ങിക്കണം ഗായ്സ്? അങ്ങനെ ഐജേട്ടനും പപ്പൻ ചേട്ടനും മസാജ് ചെയ്യാൻ പോവാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ജോലി. ഇതൊരെണ്ണം മാച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഡിവോഴ്സ് ചെയ്യണം. കുലുങ്ങണ നമുക്ക് ഗായ്സ്, അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ കയറി ഒന്നും എടുത്തില്ല. അപ്പോൾ അവർ 20 മിനിറ്റത്തെ മസാജിന് ശേഷം നമുക്ക് റിവ്യൂ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു അത് മസാജ്? എങ്ങനെ ഉണ്ടായിരുന്നു?
കൊള്ളാം, നിന്നെ പോലെ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നില്ല. അതാകുമ്പോ അടുത്ത സെഷൻ ഓഫ് ആൾക്കാർ കയറിയിട്ടുണ്ട്. മൂന്ന് വരെ റിയൽ എക്സ്പ്രഷൻസ് കാണാൻ. അയ്യോ, ഈ ഒരു മസാജ് അടിപൊളിയായിരുന്നു. ഫ്രം ദി ടോപ്പ് ടു ബോട്ടം എല്ലായിടത്തും കറങ്ങി നല്ല രീതിയിലൊരു മസാജ് നമുക്ക് തന്നു. ആക്ച്വലി ബോഡിയും മൈൻഡും എല്ലാം ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ആയൊരു ഫീലായിരുന്നു. ഞങ്ങൾ 10 minutes ആണ് കേട്ടോ ഞങ്ങൾ മൂന്നുപേരും ചെയ്തത്. അവർ 20 minutesലാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രെൻഡ്സിൻ്റെ തന്നെ ഒരു ഫുഡ് വെയർ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി ചപ്പൽസൊക്കെ മേടിച്ചു, ഷൂ മേടിച്ചു. അത് കഴിഞ്ഞ് ഏറ്റവും ടോപ്പിൽ പോയിട്ട് അവരുടെ ഫുഡ് കോർട്ടിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചു. ഒരുപാട് ടൈപ്പ് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് ബിരിയാണിയുടെ ഒരു സെക്ഷൻ വരുന്നതായിരുന്നു ഇത്. പിന്നെ നമ്മൾ ലൈക്ക് ചൈനീസ് ഫുഡ് പോലത്തെ മോമോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ചിക്കൻ പ്ലേറ്റർ അങ്ങനെയുള്ള ചൈനീസ് ടൈപ്പ് ഫുഡ് ഉള്ളൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാറ്റ്സ് ഇല്ലേ, പാനിപൂരി ചാറ്റ്, പാവ് ഭാജി, മസാല ചാറ്റ്, അതെല്ലാം ഉള്ള ഒരു സെക്ഷൻ. പിന്നെ ബിരിയാണിയുടെ മാത്രമായിട്ട് കബാബ്സ് ബിരിയാണിയുടെ ഒരു സെക്ഷൻ. അങ്ങനെയൊക്കെ കുറേ ഫുഡിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മൾ കഴിച്ചില്ല. ഞങ്ങൾ KFC ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിപ്പം പപ്പൻ ചേട്ടന് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അവർ മേടിച്ചു, അതും ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങൾ ഈ ബോബ ടീ മേടിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോബ ടീ. അപ്പോൾ അത് മേടിച്ചാണ് കുടിച്ചത്. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ നമ്മളത് ശോഭ സിറ്റിയിൽ നിന്ന് പോയിട്ട് റൂമിലെത്തി. നല്ല ടയേർഡായിട്ടോ ഇന്നത്തെ ദിവസം. അപ്പം ഇനി കിടക്കാൻ പോവാണ്, കാരണം നമുക്ക് നാളെ രാവിലെ എണീക്കണം. അപ്പോൾ എൻഗേജ്മെൻറ്റും ബാക്കി പരിപാടിക്കും നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. സോ ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.